2018 മഹാമാരി നാം എല്ലാം കണ്ടതാണ്. അതിൽ നിന്ന് കേരളം കരകയറുന്നതേ ഉള്ളൂ. അതിന്റെ വിപത്തിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ ഇതാ നമ്മൾ മറ്റൊരു മഹാമാരിയെ ഫേസ് ചെയ്യുന്നു. വർഷാവർഷങ്ങളായി വരുന്ന എല്ലാ കാലവർഷത്തിലും നമ്മൾ ഓരോ മഹാമാരിയെയും ഫേസ് ചെയ്യേണ്ടി വരുന്നു. എന്തുകൊണ്ടാണ് ശാസ്ത്രം ഇത്ര പുരോഗമിച്ചിട്ടും ടെക്നോളജി ഇത്ര ഡെവലപ്ഡ് ആയിട്ടും നമുക്ക് ഇതിനെതിരെ ഒരു പ്രതിവിധി കണ്ടുപിടിക്കാൻ സാധിക്കാത്തത്? ടെക്നോളജി ഇത്രയും വലുതായിട്ടും എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഇത് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കാത്തത്? അതിനെതിരെയുള്ള മുൻകരുതൽ എടുക്കാൻ സാധിക്കാത്തത്? ഇവിടെയാണ് നാം എല്ലാം മനഃപൂർവ്വം മറക്കുകയോ അല്ലെങ്കിൽ അവഗണിക്കുകയോ വേണ്ടുന്ന മാധവ് ഗാഡ്ഗിൽ. അദ്ദേഹത്തിന്റെ ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്താണ്? അദ്ദേഹത്തിന്റെ ഗാഡ്ഗിൽ റിപ്പോർട്ട് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. ആരാണ് മാധവ് ഗാഡ്ഗിൽ? ഇന്ത്യ കടലിൽ വെച്ച ഏറ്റവും പ്രശസ്തനായ എക്കോണമിസ്റ്റ്, എഴുത്തുകാരൻ, സെന്റർ ഓഫ് എക്കോളജിക്കൽ സയൻസിന്റെ സ്ഥാപകൻ. ഒരുപക്ഷെ നാം എല്ലാം ഇദ്ദേഹത്തെ അറിയുന്നത് ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്ന റിപ്പോർട്ടിലൂടെയായിരിക്കും. വെസ്റ്റേൺ ഗട്ട്സിനെ കുറിച്ച് വിശദമായ റിപ്പോർട്ട് നൽകി കേന്ദ്രത്തിന് നൽകിയ പ്രശസ്തനായ എക്കോളജിസ്റ്റാണ് മാധവ് ഗാഡ്ഗിൽ. വെസ്റ്റേൺ ഗട്ട് എക്കോളജിക്കൽ എക്സ്പെർട്ട് പാനലിന്റെ ഹെഡായിരുന്നു അദ്ദേഹം. 2011 അദ്ദേഹം നടത്തിയ വിശദമായ പഠനത്തിന്റെയും ഡാറ്റയുടെയും അടിസ്ഥാനത്തിൽ അദ്ദേഹം സമർപ്പിച്ച റിപ്പോർട്ടാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് എങ്ങനെ കേരളം പോലുള്ള സംസ്ഥാനത്തെ എങ്ങനെയൊക്കെ ആക്കി തീർക്കാം എന്ന് നാം ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. എന്താണ് വെസ്റ്റേൺ ഗട്ട്? പശ്ചിമഘട്ട മലനിരകൾ ഇതെവിടെ സ്ഥിതി ചെയ്യുന്നു? ഇതിനെക്കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് വെസ്റ്റേൺ ഗട്ട് എങ്ങനെ നമ്മുടെ പ്രകൃതിയെയും പ്രകൃതി ദുരന്തങ്ങളെയും ബാധിക്കുന്നു എന്ന് നമ്മൾക്ക് വിശദീകരിക്കാൻ പറ്റുകയുള്ളൂ. ഇത്രയൊക്കെ ചർച്ച ചെയ്യാൻ എവിടെയാണ് വെസ്റ്റേൺ ഗട്ട്? എന്താണ് ഇതിന്റെ പ്രത്യേകതകൾ? ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തു നിന്നും സമാന്തരമായി 20 മുതൽ 50 കിലോമീറ്റർ വരെ വ്യാപ്തിയിൽ വ്യാപിച്ചു കിടക്കുന്ന ജൈവ വൈവിധ്യമായ മലനിരകളാണ് വെസ്റ്റേൺ ഗട്ട്സ് അഥവാ പശ്ചിമഘട്ട മലനിരകൾ. ഏതാണ്ട് 1600 കിലോമീറ്ററോളം വ്യാപ്തിയിൽ കേരളം, തമിഴ്നാട്, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലൂടെ 1,40,000 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന മലനിരകളാണ് വെസ്റ്റേൺ ഗട്ട്സ് മലനിരകൾ. ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളും സാംസ്കാരികവും സൗന്ദര്യാത്മകവുമായ ഒട്ടനവധി സസ്യജന്തുജാലങ്ങളാൽ ഉൾക്കൊള്ളുന്ന ഈ മലനിരകൾ തെക്കു പടിഞ്ഞാറൻ മൺസൂണിന്റെ മാറ്റത്തിന് കാരണമാവുകയും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ മഴ ലഭ്യത നിലനിർത്തുകയും ചെയ്യുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇത്രയും പാരിസ്ഥിതിക പ്രാധാന്യമുള്ള പ്രദേശത്തിന്റെ സംരക്ഷണം, പരിപാലനം, പുനരുജ്ജീവനം എന്നിവയ്ക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിനു വേണ്ടിയാണ് 2010 കേന്ദ്ര സർക്കാർ പരിസ്ഥിതി സംരക്ഷണ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഗാഡ്ഗിൽ സമിതിയെ നിയമിക്കുന്നത്. ഗാഡ്ഗിൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പശ്ചിമഘട്ട മലനിരയിലെ 142 താലൂക്കുകളെ പ്രകൃതിലോല പ്രദേശമായി പ്രഖ്യാപിക്കുകയും സോൺ 1, സോൺ 2, സോൺ 3 എന്ന കാറ്റഗറിയിൽ തരംതിരിക്കുകയും ചെയ്തു. ഓരോ സോണുകളിൽ എന്തെല്ലാം പ്രവൃത്തികൾ നടക്കാൻ പാടില്ല എന്ന വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ തരംതിരിച്ച സോണുകളിൽ സോൺ 1 വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഇത്തരം സോണുകളിൽ മൈനിങ്, പവർ പ്ലാന്റ്, തെർമൽ പവർ പ്ലാന്റ്, ഡാമുകൾ തുടങ്ങിയ യാതൊരു നിർമ്മാണ പ്രവൃത്തികളും നടത്താൻ പാടില്ല എന്ന ശക്തമായ മാർഗനിർദ്ദേശവും മുന്നോട്ട് വെച്ചിരുന്നു. കൃത്യമായി ഒരു പ്രദേശത്തെ അറിവില്ലാത്ത ഉയർന്ന ഭരണകേന്ദ്രങ്ങൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ പലപ്പോഴും വിനയാവാറുണ്ട്. ഒരു മഴക്കാലത്ത് ഡാം തുറന്നുവിട്ടതിന്റെ നാശനഷ്ടങ്ങൾ നാം എല്ലാം കണ്ടതാണ്. ഇതിനൊരു പരിഹാര മാർഗവും ഗാഡ്ഗിൽ റിപ്പോർട്ട് വിശദീകരിക്കുന്നുണ്ട്. ഓരോ പ്രദേശത്തെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ആ പ്രദേശത്തെ പരിസ്ഥിതി കാര്യങ്ങൾക്കുള്ള അധികാരം വീതിച്ചു നൽകുക എന്നതാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്ന മാർഗനിർദ്ദേശം. അതിനായി 1886 പരിസ്ഥിതി നിയമപ്രകാരം ഒരു കമ്മിറ്റി രൂപീകരിക്കാനും ആ കമ്മിറ്റിക്ക് അതിനുള്ള അധികാരങ്ങൾ നൽകുവാനും ഗാഡ്ഗിൽ റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നു. സോൺ 1 പോലെ തന്നെ സോൺ 2ലെയും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് റെസ്ട്രിക്ഷൻസ് ഗാഡ്ഗിൽ സമിതി മുന്നോട്ട് വെച്ചിരുന്നു. സോൺ 2വിൽ ക്വാറി പോലുള്ള മൈനിങ് പ്രവർത്തനങ്ങൾക്ക് ശക്തമായ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിർഭാഗ്യവശാൽ കഴിഞ്ഞ ദിവസം സംഭവിച്ച ഉരുൾപൊട്ടൽ നടന്ന വൈത്തിരി പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന മേപ്പാടി, മുണ്ടക്കയം, ചൂരൽമാല, ആട്ടമാല, നൂൽപ്പുഴ എന്നീ പ്രദേശങ്ങൾ സെഡ് 1, സെഡ് 2 കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവയാണ്. ഇവിടെ ജനവാസ മേഖലകളിൽ 100 മീറ്ററിൽ ക്വാറികളൊന്നും പാടില്ല എന്ന് ഗാഡ്ഗിൽ റിപ്പോർട്ട് ശക്തമായി പറയുന്നു. എന്നാൽ സർക്കാരുകളുടെയും ക്വാറി മുതലാളികളുടെയും സ്വാധീനം കൊണ്ട് അവ 50 മീറ്ററായി ചുരുക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ കൂടുതൽ വിമർശനം നേരിടേണ്ടി വന്നത് ഇവിടെയൊന്നുമായിരുന്നില്ല. പരിസ്ഥിതിക്ക് മാത്രം പ്രാധാന്യം നൽകിയ റിപ്പോർട്ടിൽ അവിടുത്തെ ജനജീവിതത്തെയും സർക്കാർ വികസന പ്രവർത്തനങ്ങളുടെയും ഒപ്പം ഈ റിപ്പോർട്ട് നടപ്പിലാക്കിയാലുണ്ടാവുന്ന നഷ്ടപരിഹാരത്തെക്കുറിച്ചും എവിടെയും പരാമർശിച്ചില്ല.
ഇതോടൊപ്പം മണൽ കോറി മാഫികൾ നടത്തിയ കുപ്രചരണവും 522 പേജുള്ള ഈ റിപ്പോർട്ട് ജനങ്ങൾ മറക്കുന്നതിന് കാരണമായി. പരിസ്ഥിതിക്ക് കോട്ടം തൊട്ടാത്ത വിധത്തിലുള്ള ജീവനോപാധികളും ഒക്കെ ഉള്ളത് പരിസ്ഥിതിക്ക് അപകടമെന്ന് നമ്മൾ കരുതുന്നില്ല. ഏതായിരുന്നാലും കേരളത്തിന്റെ വികാരം കേന്ദ്ര ഗവൺമെന്റിനെയും സുപ്രീം കോടതിയെയും ഗ്രീൻ ട്രിബ്യൂണലിനെയും അറിയിക്കും. പ്രായോഗികമല്ലാത്ത അതിലെ നിർദ്ദേശങ്ങൾ പിൻവലിക്കണം എന്നാണ് സംസ്ഥാന ഗവൺമെന്റ് സമീപനം. പശ്ചിമഘട്ട സംരക്ഷണത്തിന്റെ കാര്യത്തിലും ഞങ്ങൾക്ക് പശ്ചിമഘട്ട സംരക്ഷണം ആവശ്യമാണെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഈ നിലപാട്. എന്നാൽ മനുഷ്യരെ കാണാതെയുള്ള ഒരു നിലപാടും സ്വീകരിക്കാൻ പാടില്ല. അവിടെ മനുഷ്യരുണ്ട്, അവിടെ കൃഷിയുണ്ട്, അവിടുത്തെ മറ്റു പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം കണ്ടുകൊണ്ടുള്ള നിലപാടായിരിക്കണം സ്വീകരിക്കുന്നത്. ഇതേ തുടർന്ന് ശക്തമായ പ്രതിഷേധങ്ങൾ ഉയരുകയും റിപ്പോർട്ട് അനുകൂലമല്ല എന്ന് മനസ്സിലാക്കിയ കേന്ദ്ര സർക്കാർ മറ്റൊരു സമിതിയെ ഇതേ പഠനത്തിനായി നിയോഗിക്കുകയായിരുന്നു. ഇവിടെയാണ് കസ്തൂരിരംഗൻ ലീഡ് ചെയ്യുന്ന സമിതി മുന്നോട്ട് വരുന്നത്. കസ്തൂരിരംഗൻ ലീഡ് ചെയ്ത സമിതിയുടെ തീരുമാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമായിരുന്നു പശ്ചിമഘട്ട മലനിരകളിലെ 37% പ്രദേശം മാത്രം പ്രകൃതിയിലുള്ള പ്രദേശമായി പ്രഖ്യാപിക്കുക എന്നത്. ഇത്തരം പ്രദേശങ്ങളിൽ ക്വാറി, മൈനിങ് തുടങ്ങിയ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിരോധിക്കണമെന്നായിരുന്നു മുന്നോട്ട് വെച്ച പ്രധാന മാർഗനിർദ്ദേശം. കൂടാതെ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ക്വാറി, മൈനിങ് തുടങ്ങിയവ 5 വർഷത്തിനോ അതിനോ മുൻപായി ലൈസൻസ് അവസാനിപ്പിക്കണമെന്നും മൈനിങ് നിർത്തണമെന്നുമായിരുന്നു മറ്റൊരു തീരുമാനം. ഈ റിപ്പോർട്ട് നേരിട്ട പ്രധാന വെല്ലുവിളിയിലൊന്നായിരുന്നു ജനങ്ങളുടെ പ്രതിവാസം. റിപ്പോർട്ട് നടപ്പിലാക്കപ്പെട്ടാൽ ആ പ്രദേശത്തെ ജനജീവിതം മൊത്തമായി പിഴുതെറിയപ്പെടുകയും മറ്റൊരു പ്രദേശത്തേക്ക് പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യേണ്ടി വരുമായിരുന്നു. ഇത് ജനങ്ങളിൽ ഉണ്ടാക്കിയ ആശങ്ക ഈ റിപ്പോർട്ടിനെതിരെ ശക്തമായ സമരങ്ങളും ഹർത്താലുകളും ആഹ്വാനം ചെയ്യുന്നതിന് കാരണമായി. മലയോര കർഷകരുടെ ആശങ്ക പരിഹരിക്കാൻ നടപടിയില്ലെന്നാരോപിച്ചാണ് കേരളത്തിൽ നിന്ന് പ്രതിഷേധമുയരുന്നത്. വയനാട് സംരക്ഷണ സമിതി ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്വകാര്യ വാഹനങ്ങളും ഇരുചക്ര വാഹനങ്ങളും മാത്രമാണ് ടൗണുകളിലും കടക്കമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. 2 റിപ്പോർട്ടുകളും പൂർണ്ണമായി അംഗീകരിക്കാനാവാത്ത കേരള സർക്കാർ ഉമ്മൻ സമിതിയെ നിയോഗിക്കുകയും പുതിയ റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ആദ്യം സമർപ്പിച്ച റിപ്പോർട്ടിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി സമർപ്പിക്കുകയല്ലാതെ യാതൊരു തീരുമാനങ്ങളോ നിർദ്ദേശങ്ങളോ എടുക്കുവാൻ പുതിയ സമിതിക്കും ആയില്ല. വളരെ ദുഃഖകരമായ വാർത്ത എന്തെന്നാൽ ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ സമർപ്പിച്ച പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഇപ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങളും അനധികൃതമായ കെട്ടിട നിർമ്മാണവും നടന്നുകൊണ്ടേയിരിക്കുന്നു. ഒരുപക്ഷെ ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഇന്ന് ദുരന്തമുഖത്തുനിന്നുണ്ടായിരുന്ന ആഘാതങ്ങൾ ഒരു പരിധിവരെ നമുക്ക് തടയാമായിരുന്നു. ദുരന്തമുഖത്ത് കേൾക്കുന്ന കരച്ചിലുകൾ നമ്മുടെ ചെവികളിൽ അലയടിക്കുകയായിരുന്നു. ഒടുവിൽ 4 നാളത്തെ ഇടവേളയ്ക്ക് ശേഷം പുതിയ വാർത്തകൾ വിഷയമാവുകയും പഴയ റിപ്പോർട്ടുകളും വാർത്തകളും നിഗമനങ്ങളും പേപ്പർ കടലാസുകളായി മാറുകയും ചെയ്യുന്നു. കേരള ജനത കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തെയാണ് നാം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതും കടന്നുപോകും. നമ്മൾ അതിജീവിക്കും. നമ്മുടെ സഹോദരങ്ങൾക്കായി നമുക്ക് പ്രവർത്തിക്കാം.